36 വർഷം മുമ്പ് രണ്ടാമതൊരു കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ടെന്ന് മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. 1989 സെപ്റ്റംബറിൽ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് ഒരാളെ കൊന്നെന്നാണ് മൊഴി. സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ടായിരുന്നു രണ്ടാമത്തെ കൊലപാതകമെന്നും മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ലൈംഗിക ചൂഷണത്തിന് വിധേയനാക്കിയതിന്റെ പ്രതികാരമായാണ് ആദ്യ കൊലപാതകം നടത്തിയതെന്നും മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ബെൻസൺ ബാബുവിനോട് ചോദിച്ചറിയാം. ബെൻസൺ, ആദ്യ കൊലപാതകത്തിന്റെ വെളിപ്പെടുത്തൽ തന്നെ വഴിമുട്ടിയിരിക്കുകയായിരുന്നു പോലീസ്. ഏത് തരത്തിൽ തെളിവുകൾ ഉണ്ടാക്കണം, ഈ മരിച്ച ആൾ ആരാണ് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ രണ്ടാമത്തെ കൊലപാതകത്തിന്റെ കാര്യം കൂടി മുഹമ്മദ് അലി വെളിപ്പെടുത്തുന്നത്. ഈ മുഹമ്മദ് അലിയുടെ വാക്കുകളെ പോലീസ് എങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? അതിൽ ഏത് തരത്തിലുള്ള അന്വേഷണങ്ങളാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്? സംഗീത 1986 നവംബർ അവസാനം കോഴിക്കോട് കൂടരഞ്ഞിയിലെ ഒരു ആശുപത്രിക്ക് പിൻവശത്തെ തോട്ടിൽ ഒരാളെ ചവിട്ടിയിട്ടു, അയാൾ മരിച്ചു. അതൊരു കൊലപാതകം, താനാണ് ആ കൊലപാതകം ചെയ്തത് എന്നാണ് മുഹമ്മദ് അലി എന്ന ആന്റണി കഴിഞ്ഞ ജൂൺ 5-ാം തീയതി മലപ്പുറം വേങ്ങരയിലെ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുന്നത്, അല്ലെങ്കിൽ കുറ്റസമ്മതം നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിക്കുന്നു. ആ അന്വേഷണത്തിൽ തന്നെ ഈ മുഹമ്മദ് അലി പറഞ്ഞ കാലഘട്ടത്തിൽ അവിടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്, അതൊരു അപകട മരണമായി എന്നായിരുന്നു അന്ന് 1986 അതൊരു അപകട മരണമായിരുന്നു എന്ന നിഗമനത്തിലായിരുന്നു പോലീസും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഉണ്ടായിരുന്നു. എന്നാൽ അതൊരു കൊലപാതകമാണ് എന്ന കൺഫെഷൻ, കുറ്റസമ്മതം മുഹമ്മദ് അലി നടത്തുകയാണ്. ഈ കുറ്റസമ്മതം നടത്തി ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന സ്ഥിരീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനിടയിലാണ് മുഹമ്മദ് അലി വീണ്ടും ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. അതായത് ഈ 1986 കൊലപാതകത്തിന് ശേഷം 3 വർഷങ്ങൾക്ക് ശേഷം 1989 സെപ്റ്റംബറിൽ കോഴിക്കോട് ബീച്ച് വെള്ളയിൽ ബീച്ചിന് സമീപത്ത് വെച്ച് ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, മറ്റൊരു സുഹൃത്തിന്റെ സഹായത്തോടെ ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന മൊഴിയായിരുന്നു പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇക്കാര്യവും അന്വേഷണ സംഘം പോലീസ് പരിശോധിച്ചപ്പോൾ അത്തരത്തിൽ ഈ പറഞ്ഞ കാലയളവിൽ തന്നെ അവിടെ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തുകയും ആ കണ്ടെത്തിയ മൃതദേഹം കണ്ടെത്തിയപ്പോൾ അതൊരു കൊലപാതക സാധ്യത അതിലുണ്ട് എന്ന് അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കമുണ്ടായിരുന്നു. അപ്പോൾ ഈ അതായത് മുഹമ്മദ് അലി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പങ്കുവെച്ചിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളും, അല്ലെങ്കിൽ 2 മരണങ്ങളും അല്ലെങ്കിൽ 2 കൊലപാതകങ്ങളും, അത് രണ്ടും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. 2 മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത് മുഹമ്മദ് അലി തന്നെയാണോ ഈ കൊലപാതകം ചെയ്തത്, അതോടൊപ്പം തന്നെ ഈ മരിച്ച 2 വ്യക്തികളും ആരാണ് എന്നീ കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരുത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. കാരണം ഏറെ വർഷം 39, 36 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകമാണ്. മറ്റ് സാക്ഷികളില്ല, മറ്റ് തെളിവുകളില്ല. ഇക്കാലയളവിലൊന്നും ഈ 2 ആളുകളെയും അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി ക്ലെയിം ചെയ്ത് ആരും ഇതുവരെയും വന്നിട്ടുമില്ല എന്നതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി നിലനിൽക്കുന്നത്. ഈ രണ്ടാമത്തെ കൊലപാതകം 1989 സെപ്റ്റംബറിലാണ് സംഭവിക്കുന്നത്. അതായത് ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം ഈ മുഹമ്മദ് അലി കോഴിക്കോട് നഗരത്തിലേക്ക് എത്തുന്നു. അവിടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ 86 കൊലപാതകത്തിന് 3 വർഷങ്ങൾക്ക് ശേഷം 89 ഇദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു. ആ പണം ആരോ ഒരാൾ കൈക്കലാക്കിക്കൊണ്ട് പോകുന്നു. അയാൾ ഈ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിന് സമീപത്തുണ്ട് എന്ന് മറ്റൊരു സുഹൃത്ത് പറഞ്ഞ് മുഹമ്മദ് അലി അറിയുന്നു. അങ്ങനെ മുഹമ്മദ് അലിയും ബാബു എന്നു പേരുള്ള ഈ മൊഴിയിൽ പറയുന്ന പേര് കഞ്ചാവ് ബാബു എന്നാണ്. അങ്ങനെ മുഹമ്മദ് അലിയും കഞ്ചാവ് ബാബുവും കൂടി ഈ പറയുന്ന ഈ വെള്ളയിൽ ബീച്ചിന് സമീപത്തേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഈ പണം തട്ടിക്കൊണ്ടുപോയ ആളെ കാണുന്നു, അവരുമായി സംസാരിക്കുന്നു. അത് മൽപ്പിടുത്തത്തിലും അത് കൊലപാതകത്തിലും അവസാനിക്കുകയായിരുന്നു എന്നാണ് മുഹമ്മദ് അലി നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴിയിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ മരിച്ച ആളെ ഇവർക്കറിയില്ല, അതോടൊപ്പം തന്നെ ഈ കഞ്ചാവ് ബാബുവിനെ പിന്നെ ഇക്കാലയളവിലൊന്നും തന്നെ കണ്ടിട്ടുമില്ല. അങ്ങനെ ആ കേസും അവിടെ വഴിമുട്ടി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ആദ്യ കൊലപാതകം 86 ആദ്യ കൊലപാതകത്തിന്റെ കാരണമായി മുഹമ്മദ് അലി പറയുന്നത്, അവിടെ ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു ദിവസം ഈ കൊല്ലപ്പെട്ടയാൾ മുഹമ്മദ് അലിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പറയുന്നു. അതിന്റെ പിറ്റേ ദിവസമാണ് അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമാണ് ഇത്തരത്തിൽ അയാൾ രാവിലെ തോട്ടിൻകരയിൽ ഇരിക്കുന്നത് കാണുകയും അവിടെ വെച്ച് ചവിട്ടി വെള്ളത്തിലേക്ക് ഇടുകയും ഓടിപ്പോവുകയും ചെയ്യുന്നത്. അത് പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇയാൾ മരിച്ചു എന്നറിയുന്നത്. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ പല തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ മുഹമ്മദ് അലി നടത്തുന്നു. ഇതെല്ലാം തന്നെ ഒരു മാനസിക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ പറയുന്നതാണോ എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ ആ സംശയത്തിലും നിലനിൽക്കുന്ന ഒരു പ്രധാന പ്രശ്നം, ഈ പറയുന്ന കാലയളവിൽ എല്ലാം തന്നെ ഈ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. അതിലൊരു ദുരൂഹത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഈ മരണങ്ങളിൽ മുഹമ്മദ് അലിയുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നതിലൊരു വ്യക്തത അന്വേഷണ സംഘത്തിന് ഇതുവരെയും വന്നിട്ടില്ല. നിലവിൽ ഈ ആദ്യ കൊലപാതകം നടന്ന 86 കൊലപാതകം നടന്ന കൂടരഞ്ഞിയിൽ അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ ഈ മരിച്ച വ്യക്തി വന്നത് ഇരിട്ടിയിൽ നിന്നാണ് എന്നൊരു ചെറിയ സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഇപ്പോൾ കണ്ണൂർ ഇരിട്ടി കേന്ദ്രീകരിച്ചാണ് പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ പഴയ കാലത്തെ രേഖകളടക്കം എടുത്തു പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നതിൽ ഒരു സംശയം ഇപ്പോൾ
ഇപ്പോഴും അന്വേഷണ സംഘത്തിനുണ്ട്. അതിനാൽ തന്നെ ഈ മരിച്ച വ്യക്തികളുടെ ഐഡന്റിറ്റി ഏത് തരത്തിൽ കണ്ടെത്താനാകുമെന്നൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. പക്ഷേ പൂർണ്ണതോതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. 86-ലെ കൊലപാതകം നടന്നത് കോഴിക്കോട് തിരുവമ്പാടി സ്റ്റേഷൻ പരിധിയിലാണ്. അപ്പോൾ തിരുവമ്പാടി പോലീസിന്റെ കേസ്, തിരുവമ്പാടി CIയുടെ നേതൃത്വത്തിലാണ് ആ കേസിന്റെ അന്വേഷണം നടക്കുന്നത്. ഈ രണ്ടാമത്തെ കൊലപാതകം 1989-ലെ കൊലപാതകം നടന്നത് വെള്ളയിൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. പക്ഷേ ആ കൊലപാതകം കോഴിക്കോട് ബെൻസൺ ബാബുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. എന്താണെങ്കിലും സിനിമയിലുള്ളതിനേക്കാൾ വലിയ ട്വിസ്റ്റുകളാണ് ഈ കേസുകളുമായും ഒക്കെ ബന്ധപ്പെട്ട് ഉയരുന്നത്. പോലീസ് എന്താണെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കട്ടെ.